ഹലോ കൂട്ടുകാരെ, നമസ്കാരം. ഒരു കൃഷ്ണഭക്ത എന്ന നിലയിൽ ഈ ക്രിയേറ്റ് ചെയ്ത ഫോട്ടോയ്ക്കെതിരെ പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല. അത്രയേറെ വിഷമത്തോടെയാണ് ഈ ഫോട്ടോ കാണുമ്പോൾ പ്രതികരിക്കാൻ തോന്നുന്നത്. സഹോദര, ഒന്ന് പറഞ്ഞോട്ടെ, മതം ഏതുമായിക്കോട്ടെ, പരസ്പരം ബഹുമാനിക്കാൻ പഠിക്കുക, ആദരവ് നൽകുക. നിങ്ങൾ മീഡിയയ്ക്ക് മുന്നിൽ വന്നിരുന്ന് ഒരുപാട് ക്ഷമ ചോദിച്ചു. നിങ്ങൾ അറിയാതെ ചെയ്തതാണ് എന്നൊക്കെ പറയുന്നത് കേട്ടു. ഒന്ന് ചോദിച്ചോട്ടെ, തെറ്റ് എന്നും തെറ്റ് തന്നെയാണ്. ക്ഷമ പറഞ്ഞാൽ ആ തെറ്റ് തിരുത്താൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ പോസ്റ്റ് കാരണം എന്തോരം വിവാദങ്ങളാണ് വന്നിരിക്കുന്നത്. ഒരു മതത്തെ മൊത്തത്തിൽ നിങ്ങൾ ആക്ഷേപിക്കുകയല്ലേ ചെയ്തത്. ഒരു മതത്തെയും അവരുടെ വിശ്വാസത്തെയും മുറിവേൽപ്പിക്കുന്ന രീതിയിൽ ഒന്നും തന്നെ ചെയ്യാതിരിക്കുക. നിങ്ങൾ കാണിച്ചത് മാർക്കറ്റിംഗ് ആയിരിക്കും. അത് പക്ഷെങ്കിൽ അത് കുറച്ച് ഓവറായി പോയെന്ന് എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ എനിക്ക് പറയാൻ കഴിയൂ. എന്തായാലും ഇത്രയും നല്ല രീതിയിൽ വിവാദം സൃഷ്ടിച്ച സഹോദരങ്ങൾ ഇനിയിപ്പം ഒരു വർഷത്തെ കെയറിലായിരിക്കുമല്ലോ. വിഷു എന്ന് പറയുന്നത് നമ്മളുടെ കാർഷിക ഉത്സവമായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അതായത് ഭഗവാൻ കൃഷ്ണൻ നരകാസുരനെ വധിച്ച ദിവസമാണ് വിഷു നമ്മൾ ആഘോഷിക്കുന്നത്. എന്തായാലും ഈ ഒരു വർഷത്തേക്ക് ഇനി നിങ്ങൾക്ക് എയറിൽ നിന്ന് ഇറങ്ങണ്ടായിരിക്കും. എൻ്റെ കൃഷ്ണ, നിനക്ക് നീ തന്നെ തുണ.